കോച്ച് അവരെ നിസാരായി കണക്കാക്കാൻ പറ്റില്ല. ഇതിനു മുമ്പും അവരുമായി ഏറ്റുമുട്ടിയതാണ് ഞാൻ. അപ്പോഴൊക്കെ എല്ലാം ഞാൻ ജയിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെയല്ല ഇപ്പോൾ. ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര സ്ട്രോങ്. എല്ലാം ശരിയാണ് കോച്ച്, പക്ഷേ അക്കൂട്ടത്തിൽ ഗോളടിക്കാൻ ചെകുത്താനുണ്ട്. അവനെ അങ്ങ് അഴിച്ചു വിട്ടാൽ വീണ്ടും മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹെവേ മത്സരത്തിനായി ഇറങ്ങും. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബാംഗ്ലൂർ FC. കഴിഞ്ഞ ഇരുവരും തമ്മിൽ കൊച്ചിയുടെ മണ്ണിൽ കളിച്ചപ്പോൾ 1-നെതിരെ 3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അവർ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ പോയി അവരെ പരാജയപ്പെടുത്തും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്നാൽ അത് അവിടെ നിൽക്കട്ടെ, ഇരുവരും തമ്മിൽ ലാസ്റ്റ് കളിച്ച മാച്ചിൽ ഇരുവരും പരാജയപ്പെട്ടാണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവക്കെതിരെ എതിരില്ലാത്ത 1 ഗോളുകൾക്കാണ് പരാജയപ്പെട്ടതെങ്കിൽ ബാംഗ്ലൂർ FC ഒഡീഷ FCക്കെതിരെ 2-നെതിരെ 4 ഗോളുകൾക്കാണ് ബാംഗ്ലൂർ FC പരാജയപ്പെട്ടത്. ഇരുവരും പരാജയം ഏറ്റുവാങ്ങിയാണ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങി. എന്നാൽ കഴിഞ്ഞ ബാംഗ്ലൂർ FCക്കെതിരെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ ചെകുത്താൻ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചില്ലായിരുന്നു. എന്നാൽ ഇത്തവണ ബാംഗ്ലൂർ FCക്കെതിരെ നോഹ സദോയെ അരങ്ങേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇരു ടീമുകൾക്കും ജയം അനിവാര്യം തന്നെയാണ്. എന്നാൽ ഇരു ടീമുകളിലും മികച്ച താരങ്ങളുണ്ട്. പെരേര ഡയസ്, സുനിൽ ഛേത്രി, രാഹുൽ ബേക്കെ, ഗുർപ്രീത് സിംഗ് സന്ധു തുടങ്ങിയ കിടിലം പ്ലേയേഴ്സുകൾ ബാംഗ്ലൂർ FCയിലുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലൂണ, നോഹ സദോയ്, ഹീസസ് ഹിമെനസ്, കോമെ പെപ്ര തുടങ്ങിയ താരങ്ങൾ ഇവരിലുണ്ട്. എന്തായാലും ഈ ഒരു മത്സരം ഇരു ടീമുകളും വളരെയധികം ടഫ് തന്നെയായിരിക്കും. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ പോയി ജയിക്കുക എന്നുള്ളത് കുറച്ച് ടഫ് തന്നെയാണ്. ഈ മത്സരം നടക്കാൻ പോകുന്നത് 7-ാം തീയതി 7:30 അവരുടെ മണ്ണിൽ വെച്ചാണ്, ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ. എന്തായാലും നമുക്ക് ഒരു കിടിലൻ കളി തന്നെ ഇരുവരുടെയും പ്രതീക്ഷിക്കാം. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ് ഹീസസ് ഹിമെനസ്. അദ്ദേഹം തുടർച്ചയായിട്ടുള്ള 6 മത്സരങ്ങളിലും ഗോൾ അടിച്ച ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗോൾ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുപോലെ നോഹ സദോയ് വിങ്ങിലൂടെയുള്ള അറ്റാക്ക് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എന്തായാലും നമുക്ക് ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയനൊക്കെ താഴെ കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.